സുനിൽ കനകോലുവിനെ പിന്നെ കോൺഗ്രസിൻ്റെ രക്ഷകനായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കാണുന്നു എന്നതും പ്രവർത്തകർ കാണുന്നു എന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ്, കേരളത്തിലെ എണ്ണം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 നേതാക്കന്മാരെ എടുത്താൽ അതിലൊരാൾ എന്നോട് പറഞ്ഞതാണ്, ഇവരെ വയനാട് ക്യാമ്പിൽ ഈ മുതലിനെ കൊണ്ടുവന്നല്ലോ, എന്തിനാ ആ ചരക്കിനെ ഇങ്ങോട്ട് ഇറക്കിയെന്നുള്ളത് അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ റോബർട്ട് വദ്ര ഉൾപ്പെടെയുള്ളവർക്കുള്ള പങ്കിനെ കുറിച്ച് വരെയുള്ള സംശയം അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നോട് സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ അടുത്തിട്ടുള്ള പ്രവർത്തകരെ പൾസ് അറിയാമെന്നുണ്ടെങ്കിൽ, ജനങ്ങളുടെ പൾസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി കാര്യങ്ങൾ. അത് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു വിവരശേഖരണം അതിനകത്ത് നടന്നിരുന്നു. അത് സംഘടനാപരമായി നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അത് UDFൻ്റെയും കോൺഗ്രസിൻ്റെ സെപ്പറേറ്റും പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFൻ്റെ മറ്റ് ഘടകകക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ട് ഉള്ള ഒരു ഡാറ്റ അനാലിറ്റിക്സ് അതിനകത്ത് നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അന്ന് സുനിൽ കനകോലു ഉണ്ടായിട്ടല്ലല്ലോ അത് നടത്തിയത്. പിന്നെ സുനിൽ കനകോലിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പം കൊണ്ടിരുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്.